ഏത് കാലാവസ്ഥകളിലും ഇന്ന് ഡിസൈൻ ചെയ്യാനുള്ള ആർക്കിടെക്ട്സുകൾ രൂപം കൊണ്ട് കഴിഞ്ഞു. കാരണം കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആ, മിതമായ രണ്ട് കാലാവസ്ഥയാണെങ്കിലും ഒന്ന് എക്സ്ട്രീം മഴയാണ്. അപ്പം ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്ന ഒരു വീടായിരിക്കണം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കേണ്ടത്. കാരണം ടെറസിൽ വെള്ളം കെട്ടി അല്ലെങ്കിൽ അതിൻ്റെ പെനിട്രേഷൻ വഴി നമ്മുടെ വീടുകൾക്കൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. സ്ലോപ്പ്ഡ് ടെറൈനാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ സ്ലോപ്പ് ഭയങ്കര വൃത്തികേടായിട്ട് വരികയാണെങ്കിൽ മാത്രം ടെറസിൻ്റെ മുകളിൽ വരെ അറിയാതെ രീതിയിലുള്ള ഒരു സ്ലോപ്പ് കൊടുത്തുകൊണ്ടുള്ള ഡിസൈനൊക്കെ ഉൾപ്പെടുത്താം. അത് എസ്തെറ്റിക്കലായിട്ട് ആർക്കിടെക്ട്സിന് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെയും ചെയ്യാം. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ കഴിയുന്നത് വീടിലെ എല്ലാ വാൾസിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ടോപ്പ് ടെറസ് വാള് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു വീട്. അത് ഹീറ്റ് റെസിസ്റ്റൻസിന് വളരെ സൗകര്യമാണ്. അതേപോലെ തന്നെ മഴ, വെള്ളം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഭിത്തികൾ നനയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും നമുക്കെപ്പോഴും ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന കുറേ കാര്യങ്ങളാണ്. അത്തരം സ്ലാബുകൾ പ്രൊജക്റ്റ് ചെയ്യാതെ വന്ന് ഏതെങ്കിലും മാർഗത്തിൽ കൂടി, അതായത് വെദർ ഇറ്റ് ഈസ് എ സ്ലാബ് ഓർ ഈവൺ വെദർ ഇറ്റ് ഈസ് എ ടെറൈൻ ലൈക്ക് യുനോ സ്റ്റീൽ ഫ്രെയിം ആയാലും എന്ത് വെച്ചാലും സ്ലാബ് കംപ്ലീറ്റ് വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം.